ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ ഒരാൾ വരുന്നത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ബേബിയെ കോളേജിൽ അങ്ങനെയാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. പിന്നീടൊരു സംഭവം ഓർമ്മയിൽ വരുന്നത്, താൻ കരഞ്ഞു നിങ്ങളായിട്ടുണ്ടോ വാർട്ട് കരയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 1951 സെപ്റ്റംബർ 21 എന്റെ പിതാവ് വിളിച്ചു. അത് സംഭവം ഞാൻ നിലനിൽക്കൊക്കെ അറിയാം. എനിക്ക് രാത്രിയിൽ വളരെ ലേറ്റായിട്ട് സന്ദേശം ഭരിച്ചു എന്നല്ല, ക്രിട്ടിക്കൽ കണ്ടീഷനെ കുറിച്ച് അറിയിപ്പെട്ടി. ഞാൻ വിദേശത്തായിരുന്നല്ലോ. അന്ന് ഏർലി മോർണിംഗ് ട്രെയിൻ പിടിച്ച് ബസ് കയറി അന്ന് ആലുവയിൽ ഇറങ്ങി, കോട്ടയത്ത് ഇറങ്ങി, തിരുവല്ല ഇറങ്ങി, ഇങ്ങനെ വേണം വരാൻ. പിറ്റേ ദിവസം എത്തുമ്പോൾ മിക്കവാറും 5 മണി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അടക്കത്തിൽ ഇറക്കി വെച്ചിട്ട് അനേക ആളുകൾ എന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ വീട്ടിലോട്ട് വന്ന് പേരിലും എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാഴട്ട് നിർവഹിക്കുന്നതാണ് ഞാൻ അനുഭവിച്ചത്. എന്റെ മാതാവ് ഇടപെട്ടു. നീ നല്ല കരയുന്നത്, ഞാനാ കരയുന്നത്, നീ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചിട്ട് ആ കരച്ചിൽ നിന്ന് എനിക്ക് പിന്മാറേണ്ടി വന്നു. അങ്ങനെ വിശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ അവിടെ പ്രാർത്ഥിച്ച് എന്റെ പിതാവിന്റെ ശരീരം അടക്കത്തിനായിട്ട് കൊണ്ടുവന്നു. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇങ്ങനെ അനേക സംഭവങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്കുണ്ടെങ്കിലും ഞാനത് തുനിയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുടുംബ സംബന്ധമായ ചില കാര്യങ്ങൾ പിതാവിന്റെ മരണശേഷം ഞങ്ങളുടെ രണ്ടുപേരെയും തോളിലായിരുന്നു. ഇളയ സഹോദരന്മാർ വിദ്യാഭ്യാസം ചെയ്യുന്നു, അവരെ വിദ്യാഭ്യാസം അയക്കണം, അപ്പോൾ പിന്നീട് കല്യാണം നടക്കണം. ഈ കാര്യങ്ങളുടെ ചുമതലകൾ ധാരാളമായ നിലയിൽ ഞങ്ങളുടെ തലയിലുണ്ടായിരുന്നെങ്കിലും പതറേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചിരുന്ന കർത്താവ് എല്ലാത്തിനും മര്യാദയാണ് എന്നുള്ള ആ വലിയ കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യത്തിലും എന്തെങ്കിലും മുഷിഞ്ഞു സംസാരിക്കേണ്ട ഒരു സമയവും ഒരു സാഹചര്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ 87 വർഷം ഞാൻ 84 വയസ്സിൽ നിന്നത്. ഈ 84 വയസ്സിൽ ഞാൻ എന്റെ സഹോദരനോട് മുഷിഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സാക്ഷ്യത്തിന് ഞാൻ പറയുകയാണ്. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ അല്ലാതെ അന്യോന്യം ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല, ആവശ്യമൊന്നുമില്ല. ഇത് വളരെ ഡിഗ്നിഫൈഡായി തന്നെ ഈ കാര്യമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ 15ാമത്തെ വയസ്സിൽ എന്റെ സഹോദരനും മറ്റ് കോശിയും അതോടൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് പഠനം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മ. അത് മറ്റൊന്നുമല്ല, സോദോം രാജാവിനെ ജയിച്ച് മടങ്ങി വന്ന അബ്രഹാം. സോദോം രാജാവ് പറഞ്ഞു, ആളുകളെ എനിക്ക് തരിക ഓർമ്മ അവിടെ നിർത്തുകൊള്ളുക. അവിടെ അബ്രഹാം പറഞ്ഞൊരു മറുപടി എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് അന്ന് സ്പർശിച്ചു. ഇന്നും ആൾക്കാരെ ഞാൻ അതുപോലെ ഓർക്കുന്നു. പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അബ്രഹാം പറഞ്ഞ മറുപടി, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയുവാൻ ഇടയാകാതിരുന്നത് നിന്റെ ചെരുപ്പിന്റെ 100 പോലും നോട്ട് ഇവൻ ഷൂലേസ്. അന്ന് ഷൂവിന്റെ ലേസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം ആ സോദോം രാജാവിനെ കാണുന്നതിന് മുമ്പ് അബ്രഹാം വേറൊരു ശ്രേഷ്ഠ രാജാവിനെ കണ്ടു. അത് മൽക്കീസേദെക്ക് എന്ന രാജപുരോഹിതനായിരുന്നു. ശാലേം രാജാവും പുരോഹിതന്മാരുമാണ്. ഈ ശാലേം രാജാവിനെയും പുരോഹിതനെയും കണ്ടുവരുവൻ പണസംബന്ധമായ കാര്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിഷ്കർഷമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞങ്ങൾ. അത് അതുപോലെ തന്നെ വായിച്ചിട്ടുണ്ട്. പണം വരും പോവും. എത്രയോ പേര് നമ്മളെയൊക്കെ ഭരിച്ചിട്ടുണ്ടാവാം.
പക്ഷെ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല. നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. കർത്താവ് 10 മടങ്ങ് തിരിച്ചു തരുവാൻ പ്രാപ്തരായിരുന്നു നമ്മൾ ഉത്തമ സാക്ഷ്യത്തോടുകൂടെ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തതാണ്. വലിയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് എല്ലാവർക്കും മര്യാദയായിരുന്നു. കാരണം അതിനുശേഷം കുടുംബമെല്ലാം നന്നായിട്ട് തന്നെ പോയി. എല്ലാ സഹോദരന്മാരും വിവാഹിതരായി. എല്ലാവരും ദൈവമുള്ള നിലയിൽ കണ്ടുവല്ലോ. ഇതുപോലെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബമായി ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ആരുടെയും പ്രാപ്തിയല്ല, ഞങ്ങളുടെ ആരുടെയും കഴിവല്ല. ഇത് ദൈവത്തിന്റെ വൻ കൃപയാണ്. ആ കൃപയെ ഓർത്ത് നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെട്ടത്. ആ കൃപയിൽ തുടർന്ന് നിൽക്കുവാൻ ദൈവം കുടുംബത്തിലെ മക്കളെ സഹായിക്കട്ടെ. തുടർച്ചയായിട്ട് തലമുറയായിട്ട് ഈ സാക്ഷ്യം നിലനിർത്തുവാൻ ദൈവം പ്രാപ്തിപ്പെട്ടത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ ചൊല്ലുന്നു. കർത്താവിന്റെ നാമം പ്രിയൻ കൂടെ വാഴുവാൻ കോടി ശുദ്ധയാ പ്രിയൻ കൂടെ വാഴുവാൻ കർത്തൻ കാകടനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാകടനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ശ്രേഷ്ഠ ദേവദാസന്മാർ പ്രധാനത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ സാറിനെ കുറിച്ച് 100 ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഒരു അനുഭവ സാക്ഷ്യം പോലെ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ 2002 എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗുരുതരമായൊരു അസുഖത്തിന് വഴിപ്പെട്ട് സർവൈക്കൽ ഗുരുതരാവസ്ഥയിൽ മാസങ്ങളോടെ ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിലും എന്റെ മെഡിക്കൽ മിഷനിൽ എന്റെ റൂമിൽ ട്രാക്ഷൻ കിടക്കുന്ന സമയം KP സാർ എന്നെ 3 പ്രാവശ്യം അവിടെ സന്ദർശിക്കാൻ വന്നു. 3 മാസം എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത വേദനയും ഞാൻ കിടന്നു പോയപ്പോ ദിവസം എന്നോട് ഗുരുതരമായ ഒരു വിഷയമാണ്. സ്വയം ശ്രദ്ധിക്കുകയാണ് വേണ്ട, ഞാൻ പറയുന്ന അവിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് എന്നെ സാറെ ഈരാട്ടുപുഴയുടെ അടുത്തുള്ള തിരുനാട് വൈദ്യന്റെ അടുത്തേക്ക് പറഞ്ഞു. മാത്രമല്ല സാധാരണ വീട്ടിൽ വന്ന് നമ്പർ കുറിച്ച് വൈദ്യന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്നെ പറഞ്ഞു. ദൈവമണിയാൽ അനേക പ്രാർത്ഥനയും സാധാരണ പ്രേരണമുള്ള ആ മനുഷ്യന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞു. എന്റെ സർജറികളുമായി ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എന്നെ സ്നേഹിച്ച KP സാറിന്റെ എന്നോടുള്ള കരുതൽ നിമിത്തമാണ് എന്നത് ഞാൻ 3 സാക്ഷ്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കൽ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വർഷക്കാലത്തെ നിന്റെ പരിചയം പ്രിയപ്പെട്ട സാറുമായിട്ട് ഞാൻ എന്നെ പോലുള്ള ഒരു രംഗത്ത് വരുമ്പോ ഞാനും 5 പ്രാവശ്യം എന്റെ ഞാൻ പഞ്ചായത്തിന്റെ പ്രതിനിധാനത്തിലുണ്ട്. ഒരു പ്രഥമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ പ്രവർത്തിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം KP സാറായിരുന്നു ആ കാര്യത്തിൽ റോളോട്. ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസിയായ സഹോദരൻ സമൂഹത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കാണിച്ചിരുന്ന ഒരു മാന്യനായ അദ്ദേഹമാണ് ദേശത്ത് വിശ്വസിക്കാതെ നമ്മളെ കൊണ്ടുപോയ ശ്രീ KP സാർ. അതിനേക്കാളുപരി എനിക്ക് സാറുമായിട്ട് ഏറെ എടുത്തുകാൻ വേണ്ടിപ്പെട്ടത് നമ്മുടെ പൊതു വിഷയങ്ങളിൽ സാറിന്റെ ഒരു ഇടപെടൽ കരുതലോടുകൂടി ഒരു ഇടപെടൽ അനുഭവിച്ചേക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് സാറിന് കടന്നുപോയപ്പോ അതിന് പുറത്തുനിന്നും പ്രധാന സമൂഹത്തിന്റെ ഒരു കരുതലും വലയും സൃഷ്ടിക്കരുവാൻ KP സാർ പ്രസംഗിച്ചു. എന്നിട്ട്
ഒരു സ്ഥാപനത്തിൽ പോലും ഒരു സഹോദരനോ ഒരു സഹോദരത്തിന് ഒരു മുറിവേൽക്കാത്തതുകൊണ്ടോ എന്നെ കൊണ്ട് 100 പ്രാർത്ഥന ഞാൻ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കില്ല. 5 പ്രാവശ്യം വന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു വാക്ക് പോലും മറ്റൊരാളെ കറക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് തിരുത്തൽ വന്ന് എന്നെ കറക്റ്റ് ചെയ്ത എന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്നെ എനിക്ക് ജീവിതത്തിൽ ഒരു റോൾ ഉണ്ടായിട്ടില്ല ഒരു പ്രിയ ദേവദാസാണ് ശ്രീ കെ പി ദാസാണ്. ഞാൻ വലിയ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ എന്നെ കുറിച്ച് കിടക്കുന്നില്ല. എന്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും USA നിന്നും ഈ DMI സെക്രട്ടറി ശ്രീ ജോസഫ് രാജു അദ്ദേഹത്തിന്റെ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തണമെന്ന് എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. എന്റെ സഹോദരൻ സുവിശേഷ പാർട്ടിയുടെ പ്രസിഡന്റ് ബ്രദർ മോൻസ് അദ്ദേഹത്തിന്റെ ദുഃഖവും അനുശോചനവും എന്നോട് ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യക്തി മാത്രം വന്നിട്ട് പ്രത്യാശിക്കുന്ന പറയുകയും പ്രിയ ദൈവാസനെ കടന്നുകൊണ്ടാണ് പ്രതീക്ഷയോടെ എനിക്ക് അവസരം നൽകിയിട്ടുള്ള നന്ദി ദൈവം. നമ്മുടെ പ്രിയ ഇപ്പോൾ ശിവദാസനായ സഹോദരി നല്ല ഓർമ്മകൾ മാത്രമാണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ളത് എന്നതാണ് പ്രത്യേകമായി എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. 100% ജെന്റിൽമാനായി മാന്യമായ പെരുമാറ്റം, മാന്യമായ നടപടികൾ, അഭിപ്രായം എല്ലാ അർത്ഥത്തിലും ഒരു ട്രൂ ജെന്റിൽമാൻ എന്ന പദവി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ഒരു നല്ല പൊതുപ്രവർത്തകൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്ന് ആഗ്രഹിച്ച ഒരാൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന്റെ കാര്യത്തിന് വേണ്ടി നിഷ്പക്ഷമായി സമൂഹ നന്മയ്ക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ളതിനെ മൈലപ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി നിന്നും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ഉപദേശങ്ങൾ എന്നും ഞങ്ങൾ വിലമതിച്ചിരുന്നു. ഞങ്ങൾക്ക് അത് വേണ്ടുവോളം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഗാധമായ ദുഃഖവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എൻ്റെ അനുശോചനം ഞാൻ നേതൃത്വങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ സഹപാഠികളുടെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രിയ സ്നേഹിതരെ, ശ്രീമാൻ കെ പി ജോസാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ